ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയത്തുസ്സലാമ, സലാമത്തിൻ്റെ, രക്ഷയുടെ, വിജയത്തിൻ്റെ, ബറക്കത്തിൻ്റെ, ഹിഫ്ലിൻ്റെ, കാവലിൻ്റെ ആയത്തുകളാണ്. ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ടല്ലോ, ഒരുപാട് ദുആയുണ്ട്, നമ്മളൊക്കെ ഓതാറുള്ളവരാണ്. ആയത്തുസ്സലാമ, സലാമത്ത് കിട്ടുന്ന, സലാമത്ത് എവിടെയൊക്കെ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ ഇടപെടലിൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ വലിയ രക്ഷയും സമാധാനവും എല്ലാവിധത്തിലുള്ള കാവലും കിട്ടുന്ന ആയത്തുസ്സലാമത്തുകൾ 7 എണ്ണമുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി ഇത് എപ്പോഴാണ് ഓതേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞ എല്ലാവരുടെയും എല്ലാ ദുആ വസീയത്തുകളും നീ കബൂലാക്കുകയും അവരുടെയും ഞങ്ങളുടെയും പ്രതിസന്ധികളെ നീ മാറ്റിത്തരണേ അള്ളാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ ആമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ പല വിഷയങ്ങൾ പറയുന്ന പല ആയത്തുകളാണ്. ചിലപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറയുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്ന ആയത്തുകളുണ്ട്. അതുപോലെ തന്നെ ലോക അവസാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടയാളങ്ങളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു പറയുന്ന, അതിനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന ചില ആയത്തുകൾ, നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത്, സ്വർഗത്തെപ്പറ്റി പറയും, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. അതിനിടയിൽ ഒരുപാട് ദുആകളുണ്ട്. റബ്ബന വലംന എന്ന് തുടങ്ങുന്ന ദുആ, റബ്ബന വെച്ച് തുടങ്ങുന്ന ദുആയുണ്ട്, അല്ലാഹുമ്മ എന്നതുകൊണ്ട് തുടങ്ങുന്ന ദുആയുണ്ട്, റബ്ബി എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആയുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. ഈ ദുആകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ആയത്തുസ്സലാമ, സലാമത്തിൻ്റെ ആയത്തുകൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ഇടപെടലുകളിൽ എല്ലാത്തിലും, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ വലിയ സലാമത്ത്, അതായത് രക്ഷ എന്നാണ് അർത്ഥം. സലാമത്ത് കിട്ടാൻ, രക്ഷ കിട്ടാനുള്ള ചില ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഏകദേശം 7ഓളം ആയത്തുകളാണുള്ളത്. 7ഓളം ആയത്തുകൾ. അതിനേക്കാൾ അധികരിച്ച ആയത്തുകൾ ഉണ്ട്, എന്നാലും നമ്മളിവിടെ പറയുന്നത് 7ഓളം ആയത്തുകളാണ്. രക്ഷ കിട്ടാനും അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാനും നമ്മൾ ഓതേണ്ട ആയത്തുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഉസ്താദ്, അത് ആയത്തുൽ കുർസി അല്ലേ എന്ന് പല ആളുകളും ചോദിക്കും. അല്ലെങ്കിൽ ആമന റസൂലും അല്ലേ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ആയത്തുൽ കുർസിയും ആമന റസൂലും, ഈ ആയത്തുകളൊക്കെ എന്താണ്? നമുക്ക് സലാമത്ത് കിട്ടാനും രക്ഷ കിട്ടാനും വിജയം കിട്ടാനും ഒക്കെ പറ്റിയതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഓതാത്ത ചെറിയ കുഞ്ഞു കുഞ്ഞു ആയത്തുകളാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഏകദേശം ഓതുന്നതിന് ഒരു 30 സെക്കൻഡ് മതിയാകും. 30 സെക്കൻഡ് മതി ഈ ആയത്തുസ്സലാമ നമുക്ക് ഓതാൻ. 7 ആയത്തുകളാണ് നമ്മളിവിടെ പറയുന്നത്. 7 ആയത്തുകൾ. ഈ 7 ആയത്തുകൾ ഓതാൻ 30 സെക്കൻഡ് മാത്രം മതിയാകും. അതിനാൽ എല്ലാ ദിവസവും നമുക്ക് സുബഹി നമസ്കാരത്തിന് ശേഷമോ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ഈ കുഞ്ഞു കുഞ്ഞു ആയത്തുകൾ ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഖുർആനിലെ ദുആകളാണ് ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. ആദ്യം വിശുദ്ധമായ ഖുർആനിലെ ദുആ, രണ്ടാമതാണ് ഹദീസിലെ ദുആ, മൂന്നാമത് സ്വഹാബിമാർ ചെയ്ത ദുആ, നാലാമതാണ് പിന്നെ ബാക്കിയുള്ള മഹത്തുക്കളായ ഔലിയാക്കളും അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളൊക്കെ ചെയ്ത ദുആ. അപ്പോൾ ഖുർആനിലെ ദുആയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ. ആ ഖുർആനിലെ ദുആകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷ കിട്ടുന്ന, കാവൽ കിട്ടുന്ന, വിജയം കിട്ടുന്ന, ബറക്കത്തുണ്ടാകുന്ന, സലാമത്തുണ്ടാകുന്ന 7 കുഞ്ഞൻ ആയത്തുകൾ ഇതാ നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ആയത്ത്. ഈ ഒന്നാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ, സലാമത്തിൻ്റെ ആയത്തുകൾ അല്ലേ, പല പല സൂറത്തുകളിലാണ് ഈ ആയത്തുകൾ ഉള്ളത്. ഈ സലാമത്തിൻ്റെ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ, ഇതെപ്പോഴാണ് ഓതേണ്ടത് പറഞ്ഞു? മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞോ ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ മതി. ഈ ആയത്തുകളെല്ലാം കൂടി ഒരു 30 സെക്കൻഡ് ഉണ്ടാവും. അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ സാവകാശം ഓതുന്ന ആളാണെങ്കിൽ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് മതിയാകും.
നമ്മൾ അങ്ങനെ കണക്കൂട്ടാം. ഒന്നുകിൽ 1 മിനിറ്റോ, സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ 30 സെക്കൻഡോ മതിയാകും. ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ വീട്ടിലും കച്ചവടത്തിലും വാഹനത്തിലും സമ്പത്തിലൊക്കെ നമ്മുടെ മക്കളിലുമൊക്കെ വലിയ സലാമത്ത്, രക്ഷ ഉണ്ടാകുന്ന ആയത്തുകളാണ്. ഒന്നാമതായി നമുക്കിതിൽ കാണാൻ പറ്റുന്നത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 80-ാമത്തെ ആയത്താണ്. 80-ാമത്തെ ആയത്ത്. ഈ ആയത്തിന് ആയത്തുൽ ഫത്ഹ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്, ആയത്തുൽ സലാമ എന്നും പറയപ്പെട്ടിട്ടുണ്ട്, ആയത്തുൽ ബറക്കത്ത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്, ആയത്തുൽ ഹിഫ്ള് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാം. ഏതാണ് ആയത്ത്? വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ 80-ാമത്തെ ആയത്ത്. ഇത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ആദ്യം കേൾക്കുമ്പോൾ അല്ലോ ഇത് വലിയ ആയത്താണല്ലോ ഉസ്താദെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് വലിയ ആയത്തൊന്നുമല്ല. നമ്മൾ ആയത്തുൽ കുർസി നമ്മൾ പഠിക്കുന്ന സമയത്ത്, മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇത് എന്ത് വലിയ ആയത്താന്ന് കരുതിയവരാൻ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതാൻ പറ്റും. 3-4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓതാൻ പറ്റും ആയത്തുൽ കുർസി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമ്മൾ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ചെറിയ ആയത്ത് ഒന്നുകൂടി കേട്ടോ. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ഇതാണ് സൂറത്തുൻ നിസാഇന്റെ 80-ാമത്തെ ആയത്ത്. ഈ ആയത്ത് എന്താണ്? ആയത്തു സലാമ, നമുക്ക് സലാമത്ത് കിട്ടുന്ന, നമുക്ക് രക്ഷ കിട്ടുന്ന ആയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മറന്നു പോവരുതേ ഇത് ഓതാൻ. ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. സൂറത്തുൻ നിസാഇന്റെ 80-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസാഇന്റെ 80-ാമത്തെ ആയത്ത്. ഇന്ന് നമ്മൾ പറയുന്ന 2-ാമത്തെ ആയത്ത് അത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിന്റെ 17-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹിജ്റിന്റെ 17-ാമത്തെ ആയത്താണ്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹഫിൾനാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം. ചെറിയൊരു ആയത്ത്. സൂറത്തുൽ ഹിജ്റിന്റെ 17-ാമത്തെ ആയത്ത്. ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹഫിൾനാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം. ആട്ടിയകറ്റപ്പെട്ട, അല്ലെ, ആട്ടി ഓടിക്കപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നമുക്ക് അർത്ഥം വെക്കാം. പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഈ ആകാശത്തെ പറ്റി അല്ലാഹു തആല പറയുകയാണ്. ആകാശത്തെ പറ്റി പറയുന്ന സമയത്ത് ആട്ടി ഓടിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്നും അല്ലാഹു തആല ആകാശത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. നമ്മളിത് ഓതുമ്പോൾ എന്തായിട്ട് മാറും? ആട്ടിയകറ്റപ്പെട്ട പിശാചുക്കളിൽ നിന്നും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നതായിട്ടാണ് വരിക. അപ്പോൾ ഈ ആയത്ത് മറന്നു പോകണ്ട. 2-ാമതായി ഓതേണ്ടത് സൂറത്തുൽ ഹിജ്റിന്റെ 17-ാമത്തെ ആയത്താണ്. ഇന്ന് നമ്മൾ 3-ാമതായി ഓതുന്നത് അതേ സൂറത്തുൽ ഹിജ്റിന്റെ തന്നെ 9-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹിജ്റിന്റെ തന്നെ 9-ാമത്തെ ആയത്ത് ആയത്തു സലാമത്തിൽ അതിശ്രേഷ്ഠമായ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഞാനാണ്, നാമാണ്, അല്ലാഹ് പറയുന്നു, ഞാനാണ് ഈ വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ ഖുർആനിനെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലെ, ഖുർആനെ അല്ലാഹു തആല സംരക്ഷിക്കുന്നതാണ്. ഇതൊരു സലാമത്തിന്റെ, രക്ഷയുടെ, വിജയത്തിന്റെ ആയത്താണ്. ഇതും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ ആയത്താണ്. 4-ാമത്തെ ആയത്ത് സൂറത്തു ശൂറ. സൂറത്തു ശൂറയുടെ 6-ാമത്തെ ആയത്താണ്. സൂറത്തു ശൂറയുടെ 6-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ആയത്തു സലാമത്തിൽപ്പെട്ടതാണ്, ആയത്തുൽ ഹിഫ്ളിൽപ്പെട്ടതാണ്. കാവൽ കിട്ടാൻ പറ്റിയ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل. ഇതാണ് ആയത്ത് സൂറത്തു ശൂറയുടെ 6-ാമത്തെ ആയത്ത്. ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ അല്ലാഹു ഹഫീദുൻ അലൈഹിം വമാ അൻത അലൈഹിം ബിവകീൽ. ഈ ഒരു ആയത്ത് സൂറത്തു ശൂറയുടെ 6-ാമത്തെ ആയത്ത്. ഇതും നമുക്ക് സലാമത്ത് കിട്ടുന്ന, രക്ഷ കിട്ടുന്ന ഒരായത്താണ്. 5-ാമതായി നമ്മൾ പറയുന്നു സൂറത്തു ഖാഫിന്റെ 4-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഖാഫ് എന്ന് പറഞ്ഞാൽ നരകത്തെപ്പറ്റിയും അതിൻ്റെ ഭീകരമായ അവസ്ഥയെപ്പറ്റിയും അതുപോലെ മരിക്കുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖാഫ്. മഹത്തുക്കളായ ആളുകളൊക്കെ ഈ സൂറത്തുൽ ഖാഫ് തുടങ്ങുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയതെന്നാൽ
അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയാൻ പോകുന്നത് 5-ാമത്തെ ആയത്ത്. 5-ാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഖാഫിന്റെ 4-ാമത്തെ ആയത്ത്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അപ്പോൾ സൂറത്തുൽ ഖാഫിന്റെ 4-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. ഈ ആയത്ത് ഓതാൻ മറന്നു പോവരുതേ. ഇത് ആയത്തുൽ ഹിഫ്ള് അല്ലേ, ഹിഫ്ളിന്റെ അതായത് സലാമത്തിൻ്റെ, കാവലിൻ്റെ, വിജയത്തിൻ്റെ ആയത്താണ്. അതുപോലെ തന്നെ 6-ാമതായി നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ഇൻഫിത്താർ. സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ 10-ാമത്തെ ആയത്ത് വളരെ കുഞ്ഞായത്താണ്, കുഞ്ഞായത്ത്, ചെറിയ ഒരായത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. വഇന്ന അലൈക്കും ലഹാഫിളീൻ. തീർച്ചയായും മനുഷ്യരുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, മലക്കുകളുടെ മേൽനോട്ടമുണ്ടാകും. അതായത് മലക്കുകൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ കാവൽ കിട്ടാൻ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ കാവൽ കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആരക്കുന്ന ഒരു ദുആയാണ് ഈ ഒരു ദുആ. ഈ ആയത്ത് ഓതിയാൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകും. നമ്മൾ അവസാനമായി 7-ാമതായി നമ്മൾ പറയുന്നത് സൂറത്ത് യൂസുഫിന്റെ 64-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ വാചകം. ഏതാണത്? ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റാഹിമീൻ. വലിയൊരായത്ത്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഓതി കൊടുക്കാൻ പറ്റിയ, അവരുടെ തലയിൽ മന്ത്രിക്കാൻ പറ്റിയ ഒരു ആയത്താണിത്. ഏതാണ് ആയത്ത്? സൂറത്ത് യൂസുഫിന്റെ 64-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ വാചകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 7 ആയത്തുകളാണ്. ആയത്തുൽ ഹിഫ്ള്, അതായത് ആയത്തുൽ ഹിഫ്ള് എന്നും ആയത്തുൽ സലാമ എന്നും ആയത്തുൽ ബറക്ക എന്നും ആയത്തുൽ ഫത്ഹ് എന്നും ഒക്കെ ഈ പറയപ്പെട്ട ആയത്തുകൾക്ക് പേര് പറയപ്പെടാറുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ രക്ഷയും സമാധാനവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കച്ചവടത്തിലൊക്കെ കിട്ടാൻ വേണ്ടി ഈ ആയത്തുകൾ പതിവായി ഓതുക. ഒരു ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷമോ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കെല്ലാം കൂടി ഓതാൻ ഒരു മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി വരും. നല്ല ആശ്വാസപരമായി സമാധാനത്തിൽ ഓതാൻ വേണ്ടി നമുക്കൊരു എന്താ പറയുക, ഒരു മിനിറ്റെങ്കിലും എടുക്കും. ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ആയത്തുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ആയത്ത് മറന്നു പോവണ്ട. ഇതൊക്കെ ഒന്ന് ഒരു പേപ്പറിലേക്ക്, ഒരു നിങ്ങളുടെ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചാൽ വളരെ ഹൈറാണ്. ബുക്കിലേക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക. അല്ലാഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഇന്ന് തന്നെ ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് ഈ പറയപ്പെടുന്ന ആയത്തുകൾ, ഉസ്താദ് പറഞ്ഞ ആയത്ത് സലാമത്തിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ ആയത്തുകൾ എഴുതി വെക്കുക. അതിൽ നമ്പറിട്ട് വെക്കുക, ഏത് സൂറത്താണെന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഹൈറാണ്. കാരണം നമുക്ക് ശേഷം നമ്മുടെ മക്കൾ തലമുറയായി ആ ബുക്കുകളൊക്കെ എടുത്ത് നോക്കി അവരൊക്കെ വായിച്ച് അതൊക്കെ പഠിച്ച് അവരൊക്കെ ചെയ്താൽ അത് നമുക്ക് വലിയൊരു കൂലിയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു നമ്മളെല്ലാവരെയും വലിയ ഹൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനും ഈ ആയത്തുകൾ ജീവിതത്തിൽ ഓതിയിട്ട് വിജയിക്കാനും സലാമത്തിൻ്റെ രക്ഷയുടെ ആളുകളിൽ പെടാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഈ ഒരു കൂട്ടായ്മ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.